ഹലോ ദയർ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലാണ് ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാങ്കോക്ക് എയർപോർട്ടാണ്. അപ്പോൾ ഞങ്ങളിതേ ഇമിഗ്രേഷനും കസ്റ്റംസും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ തന്നെയുള്ള ATM നിന്ന് ഞങ്ങൾ ക്യാഷ് കളക്ട് ചെയ്യുകയാണ്. കാരണം അവിടുത്തെ ഒട്ടുമിക്ക ഷോപ്സിലും നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ അവർ ക്യാഷാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തായ് ബാത്ത് അവിടുന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളതേ ഞങ്ങളുടെ ക്യാബ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടുത്തെ ഒരു ടൈം ഓൾമോസ്റ്റ് 10-11 ഒക്കെ ആയി ഹോട്ടലിൽ എത്തിയപ്പം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ലേ മെറിഡിയൻ ആണ്, സ്വർണ്ണഭൂമി. അപ്പോൾ ഞങ്ങൾ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീടുള്ള കാഴ്ചകൾ അടിപൊളിയായിരുന്നു. ഹോട്ടലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ആക്ച്വലി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ വലിയ ഗോൾഫ് പാർക്ക് ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ പിന്നീട് വരാം. ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. എനിക്ക് ബാങ്കോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ വേംസും ക്രോക്കഡൈലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അത്ര എക്സ്പെക്റ്റേഷനിലല്ല പോയത്. പക്ഷെ എന്നാലും എൻ്റെ പ്രതീക്ഷകളെല്ലാം അവർ തകർത്ത് കളഞ്ഞു. അടിപൊളി ഭക്ഷണമായിരുന്നു. കുറേ സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ ആദ്യം കഴിച്ചത് ഫ്രൈഡ് റൈസാണ്. നമ്മുടെ ഫ്രൈഡ് റൈസ് പോലെയല്ല, ഒരു സ്റ്റിക്കി റൈസ് വെച്ചിട്ടാണ് അവർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അരോമ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ്. അത് കഴിഞ്ഞ് എൻ്റെ ക്രൂ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്ന നൂഡിൽ സൂപ്പാണ്. അതിൻ്റെ ആവശ്യമുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ഞാനൊരു നൂഡിൽ ഫാനോ അല്ലെങ്കിൽ ഒരുപാട് സൂപ്പ് കുടിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ കുടിച്ചു കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സോസേജ്, ബേക്കൺ എല്ലാം കഴിച്ചു. എല്ലാം ഒന്നിനോടൊന്ന് മെച്ചം, ഒന്നും പറയാനില്ല. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായി. ഞങ്ങൾ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയിട്ടും കോമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് കഴിച്ചത് ഫ്രൂട്ട്സും അതേപോലെ തന്നെ കുസോങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റും അതേപോലെ ഇത് എഗ്ഗും ഷ്രിംസും വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. എന്തോ അവിടുത്തെ പേര് അതിനെന്തോ പറയും, അതെനിക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാനറിയില്ല. അതും കഴിച്ചു. അങ്ങനെ എല്ലാം കഴിച്ച് ഞാൻ അതൊക്കെ വൈൻഡപ്പ് ചെയ്തു. പിന്നീട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അന്ന് എവിടെ പോകണം എന്നായിരുന്നു. അപ്പോൾ ഹസ്കി കാഫേയിൽ പോകണം എന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനും സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോകണം എന്നുണ്ട്. എത്രത്തോളം നടക്കുന്നൊന്നും അറിയില്ല. ഹസ്കി കാഫേയിൽ പോയവരെയോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിവും കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ അതെല്ലാം സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ച കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗോൾഫ് പാർക്ക്. ഹോട്ടലിലത്തെ ബഗ്ഗി തന്നെ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഗോൾഫ് കളിക്കുകയൊക്കെ ചെയ്യാം. പ്ലസ് നമുക്ക് ട്രെയിനറും അവൈലബിൾ ആണ്. ഞങ്ങൾ റൂമിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ ഒരു കാഴ്ച ശ്രദ്ധിച്ചത്. കണ്ടോ, ബഗ്ഗീസ് അവിടെ നിർത്തിയിട്ട് ആൾക്കാർ ഗോൾഫ് കളിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം അടിപൊളി ഒരു റൂമാണ്, ഒന്നും പറയാനില്ല. പക്ഷെ എൻ്റെ ക്രൂ വന്നപ്പോൾ ആദ്യം നോട്ടീസ് ചെയ്തത്, അയ്യോ ഇതിനകത്ത് ഡോറൊന്നും ഇല്ലേ, നമ്മൾ എങ്ങനെയാണ് കുളിക്കാൻ പോകുന്നതെന്നുള്ളതായിരുന്നു. പക്ഷെ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ആ ഒരു വുഡൻ എന്താ പറയുക വാൾ വെച്ചിട്ട്. പിന്നെ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് അബൌട്ട് ദിസ് റൂം ഇസ് ദാറ്റ് നമുക്കൊരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മിക്ക റൂമിലും കിട്ടാത്തൊരു പ്രിവിലേജാണത്. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാൽക്കണിയിലേക്കുള്ള ഡോർ ഓപ്പൺ ആവുന്നില്ല. പിന്നെ ഞങ്ങൾ തുറന്നു. അങ്ങനെ അതാ പുറത്ത് കണ്ടോ, അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷനപ്പൊക്കെ ആയിട്ട് കടന്നുറങ്ങി. ഞാൻ അതാ കടന്നുറങ്ങി നീറ്റ കോലാണെങ്കിൽ കാണിച്ചു തരുന്നത്. ആകെ 2 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ പുറത്ത് പോകാനുള്ളത് കൊണ്ട്. പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഹസ്കി കാഫേയിൽ പോകാനൊന്നും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ പ്രഥനം മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളതേ കെട്ടിയൊരുങ്ങി എല്ലാം കഴിഞ്ഞു. നല്ല ക്ഷീണമുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ കെട്ടിയൊരുങ്ങി റെഡി ആയിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ പ്രത്തുന്നം മാർക്കറ്റ് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ആൻഡ് ലൈക്ക് നോട്ട് വെരി ഷുവർ നമ്മൾ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോവും, അവിടെ നിന്ന് എന്തൊക്കെയാണ് പ്ലാൻ എന്നൊന്നും നമുക്കറിയില്ല. സോ എൻ്റെ ക്രൂ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ തൽക്കാലം പോകുന്നത്. ഗ്രാബ് ഉണ്ട് ഇവിടെ, ടാക്സി സർവീസ്. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ 2 മിനിറ്റ്സിൽ വരും. ഞങ്ങൾ വേറെ 2 ക്രൂവും കൂടെ ഉണ്ട്, നമ്മൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ ദിസ് ഈസ് മൈ ക്യൂട്ട് ലിറ്റിൽ ക്രൂ. അപ്പം ഞങ്ങൾ ആദ്യം ഹസ്കി കാഫേ പോകാനാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് മനസ്സിലായി നമ്മൾ പോകുന്ന ആ ഒരു ടൈമിങ്ങും അവിടെ എത്തുന്ന ടൈമിങ്ങും എല്ലാം കൂടെ മാച്ച് ചെയ്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനോ വിചാരിച്ച പരിപാടികൾ ചെയ്യാനോ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ പ്രഥനം മാർക്കറ്റിലോട്ടാണ് പോകുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് പ്രഥന മാർക്കറ്റ്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട്
ATM പോവായിരുന്നു എൻ്റെ ഒരു ക്രൂന് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് എടുത്ത ആ ഒരു തായ് ബാത്ത് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി മറന്നു. എൻ്റെ കാർഡ് ഹോൾഡറും പൈസയും എല്ലാം കൂടെ ഞാൻ അവിടെ വെച്ച് മറന്നു. അപ്പോൾ ഓൾ താങ്ക്സ് ടു മൈ ക്രൂ, അവരാണ് എൻ്റെ അന്നത്തെ മൊത്തം എക്സ്പെൻസ് എടുത്തോളാം എന്ന് ഏറ്റത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് പിന്നീട് അങ്ങോട്ടുള്ള ഷോപ്പിംഗ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ നമ്മൾ ഒരുപാട് പറ്റിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് അവർ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ചെറിയ രീതിയിലൊക്കെ ബാർഗെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ചില ഷോപ്പ് കീപ്പേഴ്സ് സമ്മതിക്കുമായിരിക്കും. അല്ലാത്തവർ സെയിം പ്രൈസിൽ തന്നെ അവർ വിൽക്കുള്ളൂ. അവരെന്താണോ പറയുന്ന ആ ഫിക്സ്ഡ് പ്രൈസ് തന്നെയായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരിക. പിന്നീട് കണ്ട കാഴ്ച ഇതാണ്. പുഴുവിനെയും കോക്രോച്ചസിനെയൊക്കെ വറുത്ത് വിൽക്കുന്നു. എനിക്കത് കഴിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അവിടുത്തെ വേറെ ഫേമസ് ഐറ്റമാണ് ഈ ഒരു എഗ് റോള്. ഇതിൻ്റെ മുകളിൽ അവർ നട്ടെല്ല അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തരും. നോർമലി എനിക്കൊരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ മുകളിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ നട്ടെല്ലയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. പിന്നീട് പ്ലാറ്റിനം മോളിൻ്റെ ഫ്രണ്ടിലുള്ള ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഞങ്ങൾ. അവിടെ ഷ്രിംസ്, ഒക്ടോപ്പസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്രൂ ദേ ഒക്ടോപ്പസിനെ മേടിച്ച് കഴിക്കുകയായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കഴിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെയധികം ക്യൂരിയോസിറ്റിയോടെ നോക്കിയിരിക്കുകയായിരുന്നു അവിടെ എങ്ങനെയാണത് കഴിക്കുന്നതെന്ന്. അവർ പറഞ്ഞ ഫീഡ്ബാക്ക് വെച്ചിട്ട് നന്നായിരുന്നില്ല എന്നായിരുന്നു. ഭയങ്കര ച്യൂയി ആയിരുന്നു, അതിനെന്തോ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിച്ചത് ഫ്രൈഡ് റൈസും ചിക്കൻ ഫില്ലേസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ കണ്ടോ, ഞാനിവിടെ ചോപ്സ്റ്റിക്കായിട്ട് എങ്ങനെ കഴിക്കാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിന് മുന്നേ എപ്പോഴോ ഒരു തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചോപ്സ്റ്റിക്ക് വെച്ച് എങ്ങനെ കഴിക്കാമെന്ന്. പിന്നീട് ഞാനത് മറന്നുപോയി. കാരണം നമ്മളെവിടെ ഈ ചോപ്സ്റ്റിക്കൊക്കെ വെച്ച് ദിവസം കഴിക്കുന്നു. അവർ ഓക്കെ പറയുന്നതായിരുന്നു എൻ്റെ ആ ഒരു സാറ്റിസ്ഫൈഡ് ലുക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പോയ പ്രത്തുന മാർക്കറ്റും അവിടുത്തെ വലിയൊരു മാർക്കറ്റാണ്. അതിൻ്റെ തൊട്ട സൈഡിലും പുറകിലുമായിട്ട് വേറെയും കുറേ ഫുഡ് സ്ട്രീറ്റ്സും മാർക്കറ്റ്സും ഉണ്ട്. എനിക്ക് എന്തുകൊണ്ടും ചീപ്പായിട്ട് തോന്നിയത് പ്രത്തുന മാർക്കറ്റ് തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള പ്ലാറ്റിനം മോളുണ്ട്, പലേഡിയം മോളുണ്ട്. ഇത് ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ പ്ലാറ്റിനം മോളിൻ്റെ ഫ്രണ്ടിലുള്ള ഫുഡ് സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷോപ്പിംഗ് ആണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ പ്രത്തുന മാർക്കറ്റിലുള്ള ഐറ്റംസ് തന്നെയാണ് അവർ വില കൂട്ടി പ്ലാറ്റിനം മോളിലും പലേഡിയം മോളിലൊക്കെ വിൽക്കുന്നത് എന്നുള്ളത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. സിമിലർ ഐറ്റംസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വിലയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ വില കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ അവിടെ പോയത് കാനബിസ് സ്റ്റോറിലാണ് എന്ന് കരുതി ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങളവിടെ കഞ്ചാവ് അടിക്കാൻ വേണ്ടി പോയതല്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവിടെ കഞ്ചാവ് ലീഗലാണ്. അപ്പോൾ അവിടുത്തെ കുറേ ടൈപ്സ് ഓഫ് കുക്കീസും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വിത്ത് ദാറ്റ് ഐഡ് ലൈക്ക് ടു എൻഡ് ദിസ് വീഡിയോ. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. ഇഫ് യു ഡിഡ്, ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് I'll see you in my next video. Until then, take care. Bye bye.